നമസ്തേ. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാലക്ഷ്മി ദേവിയുടെ അവതാരമാണ് തുളസീദേവിയെന്ന് വിശ്വസിച്ചു പോരുന്നു. ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി സാന്നിധ്യവും മഹാവിഷ്ണു സാന്നിധ്യവും നിത്യവും നിലനിൽക്കണമെങ്കിൽ അവിടെ നിർബന്ധമായും തുളസി നട്ടുപിടിപ്പിക്കേണ്ടതാകുന്നു. തനിയെ തുളസി മുളച്ചു വരുന്ന സ്ഥലങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തുളസിത്തറയും നിർമ്മിക്കും. ഇത് അലങ്കാരം എന്നതിലുപരി പാരമ്പര്യവും നിർബന്ധവുമാണ്. തുളസിത്തറ നിർമ്മിക്കുമ്പോൾ കിഴക്കുവശത്ത് വേണം സ്ഥാനം കാണാൻ. വീടിൻ്റെ ഉമ്മറവാതിലിന് നേരെ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. ഗൃഹത്തിൻ്റെ വലിപ്പവും മുറ്റത്തിൻ്റെ കിടപ്പും നോക്കി അതിന് അനുയോജിച്ച കണക്കിനനുസരിച്ച് വേണം തുളസിത്തറ പണിയുവാൻ. ശുദ്ധമായി സംരക്ഷിക്കുവാനും രണ്ടു നേരവും നനയ്ക്കുവാനും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും തുളസി ഉണങ്ങുവാൻ ഇടവരുത്തരുത്. തുളസിത്തറയിൽ തട്ടിവരുന്ന കാറ്റിൽ ധാരാളം പ്രാണോർജം അടങ്ങിയിട്ടുണ്ട്. ആ കാറ്റ് വീട്ടിനകത്തേക്ക് കയറുന്ന വിധത്തിലായിരിക്കണം തുളസിത്തറ നിർമ്മിക്കുവാൻ. നിത്യേന സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ വിളക്ക് കത്തിച്ച് വയ്ക്കണം. തുളസി ഒരു ഔഷധമാണ്. പനിയുള്ളപ്പോൾ തുളസിയില ചേർത്ത് ചുക്കുകാപ്പി ചൂടോടെ കഴിക്കുന്നത് ഗുണപ്രദമാണ്. നിത്യേന ഉപയോഗിക്കുന്ന ദാഹശമനിയിലും തുളസിയില ഉപയോഗിക്കാം. പൂജാതി കാര്യങ്ങൾക്കായി തുളസി ഉത്തമം തന്നെ. ഏതു പൂജയ്ക്കും ഇത് നിർബന്ധമാണ്. നിത്യവും പരിപാലിക്കുകയും അശുദ്ധമായി പ്രവേശിക്കാതിരിക്കുകയും വേണം. സന്ധ്യ, ഏകാദശി, ചൊവ്വ, വെള്ളി എന്നീ സമയങ്ങളിലും ദിവസങ്ങളിലും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. നാമം ജപിച്ചുകൊണ്ടുവേണം തുളസിയെ സമീപിക്കേണ്ടത്. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുകയും വേണം. ഈശ്വരാംശവും ഔഷധമൂല്യവും ഒത്തുചേർന്നതാണ് തുളസി. ആരുടെ വീട്ടിലാണോ തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നുണ്ട്. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മീദേവിയാണ് തുളസി. ഇതേക്കുറിച്ച് ദേവീഭാഗവതത്തിൽ പറയുന്നു. സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും ആദ്യകാലത്ത് വിഷ്ണുവിൻ്റെ പത്നിമാരായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മീദേവിയാണ് തുളസി. സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും ആദ്യകാലത്ത് വിഷ്ണുവിൻ്റെ പത്നിയായിരുന്നു. ഇവർ സല്ലാപനിമഗ്നരായിരിക്കുന്ന അവസരത്തിൽ ഗംഗാദേവി കാമാർത്തിയായി വിഷ്ണുവിൻ്റെ മുഖത്തു നോക്കി മന്ദഹസിച്ചു. ഇത് കണ്ട സരസ്വതിയും ലക്ഷ്മിയും കോപാകുലരായി. ഗംഗയും സരസ്വതിയും പരസ്പരം ശാപവചനങ്ങൾ ചൊരിയുവാൻ തുടങ്ങി. ഇടയിൽ കയറി ഇടപെട്ട ലക്ഷ്മിയെ ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് സരസ്വതി ശപിച്ചു. ഇത് കേട്ടുനിന്ന ഗംഗാദേവി സരസ്വതിയെ ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. അതിന് പ്രതികാരമായി ഗംഗാദേവി ഒരു നദിയായി ഭൂമിയിലൂടെ ഒഴുകട്ടെ എന്ന് സരസ്വതി ശാപവചനം ചൊല്ലി. ബഹളമെല്ലാം കഴിഞ്ഞപ്പോൾ വിഷ്ണുദേവൻ വിഷണ്ണയായ ലക്ഷ്മീദേവിയെ അരികിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദേവി, നീ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ചെടിയായ തുളസിയായി തീരുകയും ചെയ്യും. തുളസിച്ചെടി ശ്രേഷ്ഠയായും വിഷ്ണുപ്രിയയായും തീരുന്നതാണ്. നിന്നെ കൂടാതെയുള്ള പൂജകളെല്ലാം വിഫലമായിരിക്കും. 37ഓളം തരങ്ങളും അത്ര തന്നെ ഔഷധമൂല്യമുള്ളതുമാണ് തുളസി.